ഹലോ, ആടാ എന്ത് വിളിച്ചെന്നായി? ആ മറ്റേ രേഷ്മല്ലേ, അവനാ കേൾക്കാൻ പോവാ. അത് നടക്കും തോന്നുന്നില്ല. ഒന്നുമില്ലടാ, പണ്ട് പണ്ട് കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ അവള് അക്കൗണ്ടിലും പൈസ ഇല്ല. പക്ഷെ കുഴപ്പമില്ലടാ, എന്തായാലും അവളിൽ നിന്ന് ഒരു 10-75 രൂപ എന്തായാലും മുടിപ്പിച്ചിരിക്കുന്നു. ആ മതി. അവളെ ഇപ്പാണ് ക്യാഷ് ഒന്നുമില്ല കയ്യില്. ഇപ്പൊ അടുത്താളെ നോക്കാം. നീ മറ്റേ ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞില്ലെന്നോ? ഇനിയിപ്പോ അവളെ നോക്കാം. ഇവളിപ്പോ നൈസായിട്ട് എന്തായാലും വിടാൻ പോവാ. അവളെ നമ്പർ ഒന്ന് അയച്ചിട്ട് അപ്പൊ അവളെ സെറ്റാക്കാം. ഓക്കേടാ, ശരി. എവിടെ പോയി കിടക്കുന്നടി? അത്ര കാത്തുക്കുന്നു ഞാനേ. കാട്ടോ കാട്ടോ എത്ര രൂപ ഉണ്ട്? എനിക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നു. കോപ്പ് എടി, കോപ്പ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് പൈസ കാത്ത് കാട്ടിക്ക് തരരുത് നീ. ഇപ്പൊ നാടോട് സമാധാനം എനിക്ക്. എടാ, അത് പെട്ടെന്ന് എനിക്കൊരു അർജന്റ് കേസ് വന്നുകൊണ്ടാണ് ഒന്ന് കുറച്ച് ഫണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഒന്ന് ക്ഷമിക്ക്, അടുത്ത ഒന്നും പറയണ്ട. പെട്ടെന്നൊരു അത്യാവശ്യം എന്നെ പോലത്തെ സാറിന്റെ തലയിട്ട് കേൾക്കാൻ എനിക്ക് വലിയ പ്രാന്തൊന്നുമില്ല. എനിക്ക് ഇതിനേക്കാളും നല്ല കുട്ടികളെ കിട്ടും. കയ്യിൽ കുറച്ച് ക്യാഷുള്ള നല്ല കുട്ടികളെ കിട്ടും. നടക്കൂല, എനിക്ക് മതിയായി. കയ്യിൽ അക്കൗണ്ടിൽ പൈസ ഇല്ല. നമുക്ക് പിരിയാ. നടക്കൂല, നടക്കുന്ന കാര്യമല്ല. നമുക്ക് പിരിയാം. പോയി ചാവടി. അവളെ ഞാൻ തേച്ചറാ. ഒന്നുമില്ല, കുറെ കാലമായി തേക്കണം തേക്കുന്നു. ഒരു ടൈം കിട്ടിയപ്പോൾ തേച്ചതാ. കുഴപ്പമില്ല, കുറെ കാഴ്ച ഊറ്റിയിട്ടുണ്ട്. ഇപ്പൊ അടുത്താളെ പിടിക്കാം. എന്നെ പോലത്തെ സാറിന്റെ തലയിട്ട് കേൾക്കാൻ എനിക്ക് വലിയ പ്രാന്തൊന്നുമില്ല. എനിക്ക് ഇതിനേക്കാളും നല്ല കുട്ടികളെ കിട്ടും. കയ്യിൽ കുറച്ച് ക്യാഷുള്ള നല്ല കുട്ടികളെ കിട്ടും. ചാവ്. നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, നിന്റെയൊക്കെ ലുക്ക് കണ്ടിട്ടാണ് അവളെ നിന്റെ പിന്നാലെ വന്നത്. പക്ഷെ അത് അങ്ങനെയല്ലടാന്ന് അറിയും. ബ്ലഡ് പ്രഷറും മെന്റൽ സ്ട്രെസ്സും കാരണം ഇരിക്കുന്ന സമയത്ത് നിന്നെ പോലുള്ളവന്മാര് ദിവ്യപ്രണയം അഭിനയിച്ച് അവളെ ഏതോ ഒരു ഗതികെട്ടൊരു സമയത്ത് അത് നിന്നെ അക്സെപ്റ്റും ചെയ്തു. അത് നീ നന്നായി മിസ്യൂസും ചെയ്തു. ഇനി ഒരു പെൺപിള്ളാരോട് നീ ഈ മാതിരി പരിപാടി വരുത്. ഇനി ഒരു പെണ്ണിന് ഈ ഒരു അവസ്ഥ വരരുത്. ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ. ഇവന്മാരെയൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്യേണ്ടത്. ഇപ്പൊ മനസ്സിലായി എന്തിനാ ഈ അടിയെന്ന്. അത് നിനക്ക് കിട്ടണ്ട തന്നെയായിരുന്നു.